ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ വാമദേവൻ നമ്മുടെ മേഘനാഥൻ ആക്സിഡന്റ് പറ്റി വരും നമ്മുടെ കണ്ണനെ വിളിച്ച് അറിയിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണനെ നമ്മുടെ മഹാലക്ഷ്മി നല്ല ഉറക്കത്തിലായിരിക്കും. വെളുപ്പിന് ഒരു 3-3:30 മണിക്കാണ് നമ്മുടെ വാമദേവന്റെ കോള് നമ്മുടെ കണ്ണന് വരുന്നത്. അപ്പൊ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ആക്സിഡന്റ് ആണ്, സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുവാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ വാമദേവൻ നമ്മുടെ കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാടെ നമ്മുടെ കണ്ണന് ആകപ്പാട് ഷോക്ക് ആവുകയാട്ടോ. മഹാലക്ഷ്മി ഇത് അറിയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആ കണ്ണേട്ട നമുക്ക് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പൊ പോകണ്ട ലക്ഷ്മി, നമുക്ക് നാളെ രാവിലെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ ആകപ്പാട് പേടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്ന ഭയങ്കര പേടിയാ ലക്ഷ്മി. എനിക്ക് അന്ന് നടന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും, എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ കണ്ണൻ കുറെ ഇങ്ങനെ സങ്കടപ്പെടുവാട്ടോ. ഇനി ഇത് എനിക്ക് വരാൻ പോയ അപകടം വല്ലതും ആണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മുടെ കണ്ണൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്മി നമ്മുടെ കണ്ണനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചൊക്കെ കടത്തുന്നുണ്ടോ. ഇല്ല കണ്ണേട്ട, അങ്ങനെയൊന്നുമില്ല. മേഘനാഥനും ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. മേഘനാഥൻ രക്ഷപ്പെട്ടു പോന്നോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനെ നമ്മുടെ മഹാലക്ഷ്മി ആശ്വസിപ്പിച്ച് ഇങ്ങനെ കിടത്തുന്നൊക്കെയാണ് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കരുണയും മുത്തശ്ശിയും നമ്മുടെ അച്ഛനും നമ്മുടെ പ്രതാപൻ അച്ഛനും തമ്മിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്നിട്ട് നമ്മുടെ കരുണ അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് ഇന്നലെ ഒരു 10-10:30 മണിക്ക് ലക്ഷ്മിയുടെ കോള് വന്നായിരുന്നു. അതപ്പൊ അവളുടെ ഭർത്താവിന്റെ മരണവിവരം അറിയിക്കാനായിരിക്കുമല്ലോ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരും. അപ്പൊ നമ്മുടെ മുത്തശ്ശി നമ്മുടെ പ്രതാപന് ഭയങ്കര ചിരിയും കളിയും അട്ടഹാസവും ഒക്കെയാണ്. നമ്മുടെ കണ്ണൻ എന്താ പറയാ, ജീവന് വേണ്ടി മല്ലിട്ട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ തന്നെയാണ് അവരുടെ ഒരു ധാരണ കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപൻ ആ ഒരു അന്നത്തെ ദിവസം രാത്രി ഫുള്ള് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഫോൺ. അപ്പൊ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മുടെ വാമദേവനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പൊ വാമദേവൻ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണന്റെ വിവരം അറിയാൻ വേണ്ടി വിളിക്കുക, ഞാനൊന്നും പറയുന്നില്ല, അവര് വന്ന് നേരിട്ട് കാണട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിലുണ്ട്, ഹോസ്പിറ്റലിന്റെ പേരും പറയുന്നുണ്ട്, എന്നിട്ട് ഇന്ന ഹോസ്പിറ്റലിലുണ്ട്, ഇങ്ങനെ സീരിയസ് ആയിട്ട് ICUയിലാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ചത്തില്ലേടാ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതുപോലെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മേ മരിച്ചാലും ഇല്ലെങ്കിലും അതേപോലെ തന്നെ കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇനി മൊത്തം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മുടെ പ്രതാപൻ. അപ്പൊ കരുണയ്ക്ക് ഭയങ്കര ആഗ്രഹം, അച്ഛൻ എനിക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണം, കരയുന്ന ലക്ഷ്മി എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരുണ. അങ്ങനെ നമ്മുടെ പ്രതാപനും കരുണയും കൂടെ ഹോസ്പിറ്റലിലേക്ക് നേരെ വെച്ച് പിടിക്കും കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വാമദേവൻ ഉണ്ടാവും, വാമദേവന്റെ ഭാര്യ അതായത് നമ്മുടെ മേഘനാഥന്റെ അമ്മയും ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ മേഘനാഥന്റെ അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രതാപനും കരുണയും ഭയങ്കര ചിരിച്ചു കളിച്ചൊക്കെ വരും കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ വാമദേവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നമ്മുടെ മോൻ ഇങ്ങനെ ആയിന്ന് പറഞ്ഞിട്ട് ഇവരെന്തായിട്ട് ഇങ്ങനെ ചിരിച്ചു കളിച്ച് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വാമദേവൻ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊക്കെയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രതാപനും കരുണയും ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമ്മുടെ വാമദേവൻ പറയും, ആള് ICUയിലുണ്ട്, നിങ്ങൾ കയറി കണ്ടോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതാപനും കരുണയും ഭയങ്കര സന്തോഷത്തിൽ ICUയിലോട്ട് കയറും കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ അവിടെ കണ്ണനില്ല, പകരം മറ്റൊരാള്. ആര്? നമ്മുടെ മേഘനാഥൻ. അപ്പത്തേക്കും മേഘനാഥനെ കാണുമ്പോൾ ഇവര് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവട്ടെ. അപ്പൊ പിന്നെ ആ ഒരു നേഴ്സിന്റെ അടുത്ത് അന്വേഷിക്കും, അയ്യോ ഇവൻ മാത്രമേ ഉള്ളൂ, ഇവന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നേഴ്സ് പറയുന്നുണ്ട്, ഇല്ല ആളൊറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ മുട്ടൻ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. കണ്ണനൊട്ട് ഒന്നും പറ്റിയിട്ടില്ല, മേഘനാഥനാണ് പകരം പറ്റിയിരിക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങി നമ്മുടെ വാമദേവനാണ് നമ്മുടെ പ്രതാപന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ കരുണയും നമ്മുടെ പ്രതാപനും ആകെ വിളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. ഇങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡുകളായിരിക്കും നമ്മുടെ പ്രതാപന്റെയും കരുണയുടെയും മാല് പിന്നെയും മുറിഞ്ഞു അല്ലെ കൂട്ടുകാരെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.